നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ 400 സീറ്റ് കടക്കുമോ? മൂന്നാം വട്ടവും അധികാരത്തിലേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ബി.ജെ.പി. നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസമാണ് പാർലമെന്റിലടക്കം പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ മൂഡ് ഫോർ ദി നേഷൻ സമഗ്രമായ സർവേയിലെ സൂചന പ്രകാരം എൻ.ഡി.എക്ക് 400-ന് വളരെ താഴെ സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് വിലയിരുത്തൽ. സർവേ പ്രകാരം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ എൻ.ഡി.എ 335 സീറ്റുമായി അധികാരത്തിലെത്തും. 272 സീറ്റാണ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ട ഭൂരിപക്ഷം. എൻ.ഡി.എ സഖ്യത്തിന് 18 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നാണ് സർവേയിൽ പറയുന്നത്. അത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി വരാം. സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും സർവേ നടത്തിയിരുന്നു. 35,801 പേരിൽ നടത്തിയ സർവേ അടിസ്ഥാനമാക്കിയുള്ളതാണ് മൂഡ് ഓഫ് ദി നേഷൻസ് ഫെബ്രുവരി 2024 പതിപ്പ്. 2023 ഡിസംബർ 15-നും 2024 ജനുവരി 28-നും ഇടയിലാണ് സർവേ നടന്നത്. അതിനാൽ കഴിഞ്ഞ കുറച്ച് നാളുകളിലുണ്ടായ സംഭവ വികാസങ്ങൾ കണക്കിലെടുക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 166 സീറ്റുകളാണ് സർവേയിൽ പറയുന്നത്. എന്നാൽ എൻ.ഡി.എക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുകയുമില്ല. പാർട്ടി അടിസ്ഥാനത്തിൽ 543 സീറ്റിൽ ബി.ജെ.പി. 304 സീറ്റ് സ്വന്തമാക്കിയേക്കും. 2019-ൽ 303 സീറ്റാണ് ബി.ജെ.പി. ഒറ്റയ്ക്ക് നേടിയത്. ഇത്തവണ ഒരു സീറ്റ് അധികമാണ് സർവേയിലെ പ്രവചനം. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് സീറ്റുകൾ കൂടും. 19-ൽ നിന്ന് 71 സീറ്റുമായി ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി കോൺഗ്രസ് മാറും. പ്രാദേശിക കക്ഷികളും സ്വതന്ത്രരും അടങ്ങുന്ന മറ്റുള്ളവർ 168 സീറ്റ് നേടും. ബി.ജെ.പിയുടെ ജനക്ഷേമ സംരംഭങ്ങളുടെയും ദേശീയതാവാദത്തിന്റെയും സ്വാധീനമാണ് വോട്ടർമാരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതെന്ന് സർവേയിൽ പറയുന്നു. മോദിക്ക് ബദലായി ഐക്യത്തോടെയുള്ള നേതൃത്വം രൂപപ്പെടുത്താൻ കഴിയാത്ത പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതിസന്ധിയാണ് തിരഞ്ഞെടുപ്പ് ഗോദായിൽ അവരെ തിരിഞ്ഞുകുത്തുന്നത്. സർവേ പ്രകാരം വടക്കും കിഴക്കും പടിഞ്ഞാറും എൻ.ഡി.എ തൂത്തുവാരും. എന്നാൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കളി മാറും. വടക്കേന്ത്യയിലെ 180 ലോക്സഭാ സീറ്റിൽ എൻ.ഡി.എ 154 സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സഖ്യം 25 സീറ്റിലും. കിഴക്കേ ഇന്ത്യയിലെ 153-ൽ എൻ.ഡി.എ 103-ഉം ഇന്ത്യ സഖ്യം 38-ഉം നേടിയേക്കും. 12 സീറ്റുകൾ മറ്റു കക്ഷികളോ സ്വതന്ത്രരോ നേടാം. പടിഞ്ഞാറൻ മേഖലയിലെ 78-ൽ എൻ.ഡി.എ 51 സീറ്റും ഇന്ത്യ സഖ്യം 27 സീറ്റും നേടാം. അതേസമയം ദക്ഷിണേന്ത്യയിലെ 132 സീറ്റിൽ എൻ.ഡി.എ 27-ലേക്ക് ചുരുങ്ങുകയും ഇന്ത്യ സഖ്യം 76 സീറ്റ് നേടുകയും ചെയ്യും. 29 സീറ്റ് മറ്റുള്ളവർ സ്വന്തമാക്കും. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. കർണാടകത്തിൽ 25 സീറ്റും തെലങ്കാനയിൽ 4 സീറ്റും നേടിയിരുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ 0 അതേസമയം രാജ്യസഭയിൽ നടന്ന നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നാക്രമിച്ചിരുന്നു. രാജ്യത്ത് ഭീകരവാദവും വിഘടനവാദവും കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ മണ്ണ് വിദേശ ശക്തികൾക്ക് സമ്മാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസ് അടിമത്ത മനോഭാവം തുടർന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 വർഷം കൊണ്ട് രാജ്യത്തെ 5-ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ആ തങ്ങളെ കോൺഗ്രസ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് ഭീകരവാദവും വിഘടനവാദവും വളരാൻ കോൺഗ്രസ് അവസരമൊരുക്കി. സൈന്യത്തിന്റെ നവീകരണം അനുവദിക്കാതിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ തങ്ങൾക്ക് സുരക്ഷയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്. കോൺഗ്രസ് എന്ന ആശയം കാലഹരണപ്പെട്ടുവെന്നും ഇപ്പോൾ പാർട്ടി അതിന്റെ ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. കോൺഗ്രസിന്റെ ഈ പതനത്തിൽ തങ്ങൾക്ക് സന്തോഷമില്ലെന്നും സഹതാപം അറിയിക്കുന്നുവെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് ജനാധിപത്യത്തെ കൊന്നൊടുക്കി. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ട ചരിത്രമുള്ള കോൺഗ്രസ് ഇപ്പോൾ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമത്തിലാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ ദക്ഷിണേന്ത്യയെ വേർപെടുത്തുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി.